നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോതമംഗലം നിയോജക മണ്ഡലത്തിലാണ്. ഇത്തവണ കോതമംഗലത്ത് ആര് ഭരണത്തിൽ വരുമെന്ന് നമുക്ക് നോക്കാം. ഇത്തവണ ആര് വരും? ഭരണത്തിൽ ആര് വരും? ഭരണത്തിൽ LDF വരും. കോതമംഗലം മണ്ഡലം ആന്റണി ജോൺ വിജയിക്കും. എന്തുകൊണ്ട്? കാരണം ഒരു കോതമംഗലത്തിലൊരു MLA ഉണ്ട് എന്ന് പറയാൻ തന്നെ കഴിഞ്ഞത് ആന്റണി ജോൺ വന്നത് ഇത് തന്നെയാണ്. ചേട്ടാ, ഇത്തവണ കോതമംഗലത്ത് ആര് ജയിക്കും? ഞങ്ങളുടെ അയൽക്കാരൻ ആന്റണി ജയിക്കും. ഉറപ്പാണ്. കാരണം എന്തുകൊണ്ട്? കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ അയൽക്കാരനാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ആണല്ലേ? അപ്പൊ നമുക്ക് കോതമംഗലത്ത് ഇപ്രാവശ്യം ആര് ജയിക്കുന്നുള്ളത് നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം. ചേട്ടാ, ഇത്തവണ ആര് ജയിക്കും? ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം രണ്ട് ടൈറ്റ് മത്സരം നടക്കുന്നത്. ആര് ജയിക്കുമെന്ന് നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സാധ്യത എന്നാലും ആർക്കായിരിക്കും സാധ്യത? ഇപ്പോൾ കൂടുതലും സാധ്യത എല്ലാവരും പറയുന്നത് ആന്റണി ജോണാണ്. പക്ഷേ പല വിഷയങ്ങളുണ്ടല്ലോ, ശബരിമല വിഷയം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷിബു തെക്കുമ്പുറത്തിനും ആവാം. ആന്റണി ജോണാണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ. കാരണം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ആന്റണി ജോൺ തന്നെയാണ് കോതമംഗലത്ത്. പിന്നെ പല പ്രവർത്തനങ്ങളും ആളുടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് തന്നെയാണ് ചാൻസ്. ആണല്ലേ? കാരണം എന്തുകൊണ്ട്? നമ്മൾ കോതമംഗലത്തിന് വേണ്ടി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇത്തവണ കോതമംഗലത്ത് ആര് ജയിക്കും? അതിവിടെ ആന്റണി ജോൺ ഉറപ്പായിട്ട് ജയിക്കും. എന്തുകൊണ്ട് അദ്ദേഹം ജയിക്കാൻ കാരണം എന്താ? അങ്ങനെ ഇവിടുത്തെ സമ്മാനമായിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട്. ചേട്ടാ, കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കും? കോതമംഗലത്ത് ഇത്തവണ ആന്റണി ജോൺ ജയിക്കും, ഒരു സംശയം വേണ്ട. എന്തെല്ലാം ഉപകാരങ്ങളാണ് ജനങ്ങൾക്ക് ചെയ്തേക്കണേ. പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കുന്നു, ബൈപ്പാസ് കോഴിപ്പള്ളി ബൈപ്പാസ് യഥാർത്ഥമാക്കിയിരിക്കുന്നു. അതുപോലെ നിരവധി പാവങ്ങൾക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് മരുന്ന് കിട്ടാനൊക്കെയുള്ള അനവധി സഹായങ്ങൾ ചെയ്യുന്നു. രോഗികൾക്കെല്ലാം കോടിക്കണക്കിന് രൂപ വിതരണം ചെയ്തേക്കുന്നു. ആരപേക്ഷ കൊടുത്താലും MLAയുടെ ഓഫീസിൽ ആരെ കൊണ്ടുപോയി അപേക്ഷ കൊടുത്താലും അർഹതപ്പെട്ടവർക്കെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇലക്ഷൻ പോളിങ്ങിനെ കുറിച്ച് അറിയണം. ഇത്തവണ ആര് ജയിക്കും? ആന്റണി ജോണാ ജയിക്കേണ്ടത്. ഇവിടെ സാധ്യത കൂടുതൽ. ഉറപ്പായിട്ട് ജയിക്കും. കാരണം എന്താ? കാരണോ ഇവിടുത്തെ ജനങ്ങളായിട്ട് ഒരു അടുപ്പമുണ്ട്. പിന്നെ അവരുടെ സമീപനം അതെ ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെയും മനസ്സറിഞ്ഞ് സഹായിക്കണമെന്നുള്ള ആശയമുണ്ട്. പൊതുവെ ജനങ്ങൾക്കെല്ലാം ഇടതുപക്ഷത്തോടാണ് താല്പര്യം. കോതമംഗലത്ത് ആര് ജയിക്കും? ശുഭതകുമറ ജയിക്കും. ഉറപ്പാണല്ലേ? കാരണം എന്താ? രാഷ്ട്രീയമായി കേരളത്തിൽ UDF തരംഗമാണ്. അത് മറ്റൊന്ന്, കഴിഞ്ഞ 2 തവണ ഇവിടെ LDF ജയിക്കാനിടയായ ചില സാധ്യതകളുണ്ടായിരുന്നു. UDFന് പ്രതികൂലമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു. ആ ഘടകങ്ങളൊന്നും ഇപ്പോൾ കോതമംഗലത്തില്ല. ഇത് കൃത്യമായി പറഞ്ഞാൽ UDFൻ്റെ മണ്ഡലമാണ്. ആ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കും, ഒരു തർക്കമില്ല, വിജയിക്കും. ഉറപ്പാണ്. ഇത്തവണ കോതമംഗലത്ത് ആര് ജയിക്കാനാണ് സാധ്യത? എൻ്റെ അനുകൂലം മറ്റേ ഷിബു തെക്കുമ്പുറം ജയിക്കുന്നുള്ളതാണ്. കാരണം ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. 2 ടേണായിട്ട് ഇപ്പോൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ജനങ്ങൾ നേരെ തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഒരു മാറ്റം ചേട്ടനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ ആര് ജയിക്കുന്നതാണ് ചേട്ടന്റെ ഒരു വിശ്വാസം? ആന്റണി ജോൺ ജയിക്കും. ആന്റണി ജോൺ. എന്തുകൊണ്ട്? കാരണം ആന്റണി ജോൺ ഇവിടെ ചെയ്ത വികസനങ്ങളൊക്കെ ചോദിക്കാൻ ആന്റണി ജോണിന് സാധ്യത. ഉറപ്പായി ആന്റണി ജയിക്കും. ഇത്തവണ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയാ, ഇത്തവണ ഇലക്ഷൻ ആര് ജയിക്കും? ഇവിടെ അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. 50-50 ആയിട്ടാണ് പറയാൻ പറ്റുള്ളൂ. ആൾക്കാരെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഇപ്രാവശ്യത്തെ 2ാം പിണറായി സർക്കാരിൻ്റെ കുറവുകൾ കാര്യങ്ങളൊക്കെ ഉയർത്തി പല കാര്യങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ കോതമംഗലത്തെ സംബന്ധിച്ച് 50-50 ആയിട്ടുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും സാധ്യത കൂടുതൽ ആർക്കാണ്? ആര് ജയിക്കാനാണ് സാധ്യത? ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ആര് ജയിക്കും? ആന്റണി ജോൺ ജയിക്കാനാണ് സാധ്യത. ഒരു അതും 50-50, 49-51 അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആണല്ലേ? ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു പോളിംഗ് എടുക്കാൻ വേണ്ടി എന്താണ് ഇത്തവണ ഇലക്ഷൻ ആര് ജയിക്കുന്നതാണ്? ആന്റണി ജയിക്കും. അതിന് കാരണം എന്താ? കാരണം 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജനകീയമായ ഒരു ഇടപെടൽ, എല്ലാം കൊണ്ടും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു തൃപ്തിയുള്ള ആളാണ്. അതുകൊണ്ട് ജയിക്കുന്നതാണ്. ഉറപ്പായി ആന്റണി ജോൺ തന്നെ ജയിക്കും. കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കും?
ആന്റണി ജോൺ തന്നെ ജയിക്കാൻ സാധ്യത കൂടുതലതാണ്. കാരണം എന്താ? കുറേ വികസനങ്ങൾ വന്നു, ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നന്നായി, കുറേ ഹൈവേ വന്നു, റോഡ്സ് ഒക്കെ നന്നാക്കി. ഉറപ്പായും ആന്റണി ജോൺ ജയിക്കും. ആര് ജയിക്കും? കോതമംഗലത്ത് ആന്റണി ജോൺ ജയിക്കും. ഉറപ്പായും ജയിക്കും. കാരണം എന്താ? ആന്റണി ജോൺ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. ഒത്തിരി വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒട്ടനവധി കാര്യങ്ങൾ. നമുക്ക് എപ്പോഴെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം. ഒരു സഹോദരനാണ്, ഒരു അനിയനാണ്, എല്ലാമാണ്. അതുകൊണ്ട് ആന്റണി ജയിക്കണം ഇവിടെ. ആര് ജയിക്കും? ആരെങ്കിലും ഒരാൾ ജയിക്കും. എന്നാലും ചേട്ടൻ്റെ അഭിപ്രായം പറഞ്ഞോ. ആന്റണി ജോൺ ജയിക്കുമെന്നാണ്. കാരണം എന്താ? ഉറപ്പാണ്. ടൈറ്റ് കോമ്പിനേഷൻ. ഓക്കെ ചേട്ടാ, അപ്പൊ ചേട്ടൻ്റെ അഭിപ്രായം കൂടെ പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഷിബു തക്കുമ്പറോട് ജയിക്കും. കാരണം വികസന മുരടിപ്പ് 2 പ്രാവശ്യം 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് പ്രതിനിധാനം ചെയ്യുന്ന MLA വളരെ പരാജയമാണ്. ഉറപ്പായിട്ട് ജയിക്കും. പരാജയമാണെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇവരുടെ സ്വന്തങ്ങളും പാലങ്ങളും നമുക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റും. അതായത് നാഗഞ്ചേരി മുതൽ ആയക്കാട് പുല്ലിമല മുതൽ വെണ്ടു വഴി കൊടമണ്ട പാലം, അതായത് പണിത് ഒരു അതായത് ആ പാലമായിട്ട് നിൽക്കുന്നു. 2 വശവും അപ്രോച്ച് റോഡ് പൂർത്തിയാകാത്ത കഴിയാത്തൊരു MLA. അവനർത്ഥത്തിൽ MLA പരാജയമാണ്. ആണല്ലേ? പറഞ്ഞോ, അത്രേ ഉള്ളൂ. ആണല്ലേ? ഓക്കെ, ആര് ജയിക്കുന്നതാണ് ചേട്ടൻ്റെ അഭിപ്രായം? ആന്റണി ജോൺ ജയിക്കേണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് കാരണമല്ല, നമ്മുടെ കാഴ്ചപ്പാട്. ഓക്കെ, നമ്മുടെ ഇലക്ഷനോടനുബന്ധിച്ച് ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി വന്നാക്കണതാണ്. ഇത്തവണ കോതമംഗലത്ത് ആര് ജയിക്കും? ഷിബു ഉറപ്പായും ജയിക്കാം. കാരണം എന്താ ഷിബു ചേട്ടൻ ജയിക്കാം? മറ്റുള്ളവരുടെ സഹകരണമുള്ള ആളാണ്, അതുകൊണ്ട് ഉറപ്പായും ജയിക്കും. BJP കൊടുക്കില്ല, ആന്റണി ജോണിനെ ജയിക്കും. ഉറപ്പായിട്ട് ജയിക്കും. കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കോതമംഗലമല്ല, ഞാൻ ഇവിടുത്തെ കാര്യമല്ല, പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് 15 വർഷമായി. കോതമംഗലത്ത് ഞാൻ വരുമ്പോൾ അങ്ങനെയല്ല, ഒരു വികസനം ഉണ്ടായിരുന്നില്ല. ആന്റണി ജോൺ കയറിയതിനു ശേഷം അത്രയും വികസനങ്ങൾ വന്നത്. ഓക്കെ, കോതമംഗലത്ത് ആരായിരിക്കും ജയിക്കുന്നത്? തെക്കുംപുറം ജയിക്കുമായിരിക്കും, പക്ഷെ ഞങ്ങൾ വോട്ട് കൂട്ടും. എന്തോ? തെക്കുംപുറം ജയിക്കുമായിരിക്കും. ഷിബു ചേട്ടൻ ജയിക്കും. കാരണം എന്താ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്പലക്കൊള്ള ഇതൊക്കെ കാരണം ആൾക്കാർ എതിര് വോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ആണല്ലേ? ഓക്കെ ഓക്കെ, കോതമംഗലത്ത് ആര് ജയിക്കും? ആന്റണി ജോൺ ജയിക്കാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. കാരണം എന്താ? കാരണം പുള്ളി 10 വർഷമായിട്ട് ഇവിടെ തന്നെ നിൽക്കുമല്ലേ. അത്രത്തോളം വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉറപ്പാണ് ജയിക്കുന്നത്. ഉറപ്പാണ്. ആന്റണി ജോൺ ജയിക്കും. കാരണം എന്താ? കാരണം 10 വർഷം നല്ല ഭരണമാണ്, അതുകൊണ്ട് ഉറപ്പായും ജയിക്കും. ചേട്ടാ, കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കും? ജയിക്കാണ്ട് ഇപ്പൊ പഴയ ആൾക്കാർ തന്നെ ചെയ്യുള്ളൂ. ആന്റണി ജോൺ തന്നെ ജയിക്കും. കാരണം എന്താ? കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ വികസനം വളരെ നല്ല രീതിയിലാണ് വികസനം നടക്കുന്നത്. ഈ അവരെ കൂടാതെ വേറെ ഏത് ജാതി വന്നാലും തറ പറ്റിപ്പോകും. ഓക്കെ, കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കും? ആന്റണി ജോൺ ജയിക്കും. ഉറപ്പായിട്ട് ജയിക്കും. കാരണം എന്താ? കാരണം പുള്ളി കുഴപ്പമില്ല, നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനായിട്ട് ജയിക്കും. ഉറപ്പായി ജയിക്കും. ആരായിരിക്കും ഇലക്ഷൻ ജയിക്കുക? UDF ആണോ? കാരണം എന്താ? ആഗ്രഹം പറഞ്ഞതാണോ അതോ ജയിക്കുന്നുള്ളതാണോ? ഓക്കെ, ചേട്ടാ, കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കും? കോതമംഗലത്ത് ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ചേട്ടൻ്റെ ഒരു ആഗ്രഹം? ആഗ്രഹം പറയില്ല, 2 പാർട്ടി ഒപ്പത്തിനൊപ്പമാണ്. നമസ്കാരം, കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കും? കോതമംഗലത്ത് ആന്റണി ജോൺ ജയിക്കും. ഉറപ്പായും ജയിക്കും. കാരണം എന്താ? 100%. കാരണം കോതമംഗലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടത്തിയിരുന്നു. ഉണ്ടല്ലേ? ഉറപ്പായിട്ടും ജയിക്കും. സർക്കാർ ആശുപത്രി, സ്കൂളുകൾ, അതുപോലെ തന്നെ ഹൈവേ, പട്ടയം, അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, എണ്ണാ തീരാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജയിക്കും. ഉറപ്പായിട്ട് ജയിക്കും. അപ്പൊ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കുന്നതാണ്? അഭിപ്രായത്തിൽ കൂടുതൽ വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കും. അതൊക്കെയാണ് ചേട്ടൻ ആഗ്രഹം. എന്താണ് ആര് ജയിക്കണത്? ആഗ്രഹം നല്ല സ്ഥാനാർത്ഥി ജയിക്കട്ടെ. ആര് ജയിക്കും? കോതമംഗലത്ത് ജയിക്കുന്ന പുള്ളി ആയിരിക്കും, ഇവിടുത്തെ MLA. സിറ്റിംഗ് MLA ആണ് ജയിക്കുള്ളൂ. കാരണം എന്താ? കാരണം നല്ല ഭരണം, എല്ലാ റോഡിൻ്റെയോ എല്ലാത്തിൻ്റെയും വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും ജയിക്കും. ഉറപ്പായും ജയിക്കും. നല്ല വികസന പ്രവർത്തനങ്ങളായിരുന്നു. അതുപോലെ എവിടെ വിളിച്ചു കഴിഞ്ഞെങ്കിലും അവിടെ ആ വിളിച്ചോർത്ത് വരും. കാരണം ഒരു മരണ വീട്ടോ ഒരു കല്യാണമോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ ആന്റണി ജോൺ ഉണ്ട്. കോതമംഗലത്ത് ആര് ജയിക്കും? ആന്റണി ജോൺ ആന്റണി ജോൺ ജയിക്കും. കാരണം അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് അങ്ങനെയുള്ളൊരു പ്രതീക്ഷയുണ്ട്. ശിവചാരാണ് ജയിക്കുന്നത്. കാരണം
കാരണം 20 വർഷമായില്ല ആൻഡി ജോൺ അപ്പൊ മാറ്റം ആവശ്യമാണ്. ആയിരിക്കാം, അറിയില്ല. 50-50 ചാൻസ്. ഓക്കെ, ആര് ജയിക്കാനാണ് സാധ്യത? LDF ഉറപ്പാണ്. LDF ഉറപ്പാണ്. കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻതൂക്കം ഇപ്പം നിലവിൽ ഇടതുപക്ഷത്തിനാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ LDF തരംഗമാണല്ലോ. ഓക്കെ, വലിയ വികസനം മുരടിപ്പൊന്നുമില്ല. ഉറപ്പായിട്ട് ജയിക്കും. കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കും? ചേച്ചി അഭിപ്രായം പറഞ്ഞോളൂ. അഭിപ്രായം? ശിവചേട്ടൻ ജയിക്കും. കാരണം എന്താ? കാരണം ചോദിച്ചപ്പോ എന്നാ പറയണേ? പ്രത്യേകിച്ച് ഒന്നുമില്ല. ആള് ജയിക്കും. ഉറപ്പാണ്. ഇനി ഡയമണ്ട് ആണ് താരം. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞു തരാം. നവംബർ 17 മുതൽ നമ്മുടെ ചേച്ചി ഗോൾഡിൽ ഒരു ഡയമണ്ടിന്റെ മെഗാ എക്സ്ചേഞ്ച് മേള നടക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഏത് കടയിൽ നിന്നെടുത്തതും കാർഡ് നഷ്ടപ്പെട്ടതുമായ ഡയമണ്ട് ആഭരണങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡിസൈൻസിലുള്ള ബ്യൂട്ടിഫുൾ ഡയമണ്ട് ആഭരണങ്ങളാക്കി നിങ്ങൾക്ക് മാറ്റി വാങ്ങാവുന്നതാണ്. അതും BBS EF ക്വാളിറ്റിയിലുള്ള നാച്ചുറൽ ഡയമണ്ട്സ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഡയമണ്ട് അല്ലേ താരം? JJ Golden Diamonds. Trust is a thing to be experienced. എന്താ കൺഫ്യൂഷൻ? ഫോൺ മേടിക്കുമ്പോ RAM ആണോ പ്രോസസർ ആണോ നോക്കേണ്ടത്? ആദ്യം വേണ്ടത് ഓക്സിജൻ ആണ്. മൊബൈൽ, ലാപ്ടോപ്പ്, TV, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, നിങ്ങളുടെ എല്ലാ ഡിജിറ്റൽ ആവശ്യങ്ങൾക്കും ഒരു എക്സ്പെർട്ട്. ഗ്രേറ്റ് ബ്രാൻഡ്സ്, അമേസിംഗ് ഓഫേഴ്സ്, എക്സ്പെർട്ട് സർവീസ്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഇടിച്ചു കയറാം എഡ്യൂക്കേഷന്റെ നെക്സ്റ്റ് ജനറേഷനിലേക്ക്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിങ്, കോഡിംഗ്, വ്ളോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള GTech സെന്ററുമായി ബന്ധപ്പെടുക. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും വെറൈറ്റി മോഡൽ അലമാരകളും ടേബിളും കമ്പനി വിലയ്ക്ക് വാങ്ങാവുന്നതാണ്. ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഏത് വലിപ്പത്തിലും നിർമ്മിച്ചു തരുന്നതാണ്. 30-ലധികം അലമാരകളുടെ വിവിധ ശേഖരണമായ ശക്തി എഞ്ചിനീയറിംഗ് വർക്ക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ശക്തി സ്റ്റീൽ ഫർണിച്ചർ, അലമാര ആൻഡ് ടേബിൾ കമ്പനി, ചെറുവട്ടൂർ 314 ജംഗ്ഷൻ, കോതമംഗലം. ഫോൺ 04852549 ശക്തി സ്റ്റീൽ ഫർണിച്ചർ. ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. പിന്നീട് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം. പത്തരമാറ്റ പരിശുദ്ധിയോടെ 30 വർഷത്തെ വിശ്വസ്തതയാർന്ന സേവന പാരമ്പര്യമുള്ള കൊച്ചുവീട്ടിൽ ലക്ഷ്മി ജ്വല്ലറിയിൽ 3 നിലകളിലായി ഏറ്റവും പുതിയ ഡിസൈനുകളിലെ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. 2026 ഏപ്രിൽ 25 വരെയുള്ള അരപ്പവൻ മുതലുള്ള എല്ലാ പർച്ചേസുകൾക്കും സമ്മാന കൂപ്പോൺ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് 1ാം സമ്മാനം ഒരു ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ, 2ാം സമ്മാനം സോണി LED TV, 3ാം സമ്മാനം സാംസങ് സ്മാർട്ട് ഫോൺ. 2 ഗ്രാം മുതലുള്ള പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. കൊച്ചുവീട്ടിൽ ലക്ഷ്മി ജ്വല്ലറി, PO ജംഗ്ഷൻ, കോതമംഗലം. ടിയാനയിൽ ലൈറ്റ് വെയ്റ്റ് വെറൈറ്റി കളക്ഷൻസ്. $18 ക്യാരറ്റ് ചെയിൻസ്, 22 ക്യാരറ്റ് നെക്ലേസ്, വലിയവർക്ക് ഉപയോഗിക്കാവുന്ന 1 ഗ്രാമിന്റെ മോതിരങ്ങൾ, 1/2 ഗ്രാമിന്റെ സെക്കൻഡ് സ്റ്റഡുകൾ, 1 ഗ്രാമിന്റെ മാലകൾ, 2 ഗ്രാമിന്റെ വളകൾ. ടിയാന എന്നും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് മികച്ച ക്വാളിറ്റി നിലനിർത്തുന്നതിനാൽ ഇവിടെ നിന്നും വാങ്ങുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയോ പാർട്ടി വെയർ ആയോ ഉപയോഗിക്കാം. ടിയാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കോതമംഗലം. ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പരിശുദ്ധ.
മനം കൊതിക്കുന്ന സ്വർണഗീതികൾ, ആരും മോഹിക്കുന്ന സ്വർണ്ണാഭരണ വിസ്മയങ്ങൾ. പരിശുദ്ധ BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത വിവാഹാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ്. എന്നിലെ അഴകിനെ തൊട്ടുണർത്തുന്ന സ്വർണ വിസ്മയങ്ങൾ. ഏറ്റവും പുതിയ ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. പരിശുദ്ധിയുടെ പത്തരമാറ്റ തങ്കത്തിളക്കം. ക്ലാസിക് ആൻഡ് ട്രഡീഷണൽ കളക്ഷൻസ്. ആരും അണിയാൻ കൊതിക്കുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ യുണീക് കളക്ഷൻസ്. വിശ്വസ്തയുടെ 75 വർഷങ്ങൾ. ജോയൽ ഗോൾഡ് പാലസ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, കോതമംഗലം. സ്വർണം പണയം വെക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? സ്വർണത്തിന്റെ മൂല്യത്തിനൊത്ത പണം ലഭിക്കുന്നുണ്ടോ? ഏറ്റവും കുറഞ്ഞ പലിശ മാത്രമേ വാങ്ങുന്നുള്ളൂ? നിങ്ങളുടെ സ്വർണം അവിടെ സുരക്ഷിതമാണോ? കമ്പനിക്ക് വിശ്വസ്തതയുണ്ടോ? എങ്കിൽ ധൈര്യമായി ക്യാപിറ്റൽ ഫിൻസർവിലേക്ക് ചെല്ലൂ. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം. നിങ്ങളുടെ അകത്തളങ്ങൾ അതിമനോഹരമാക്കുവാൻ 26 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇറ ഫർണിച്ചേഴ്സിന്റെ ഹൈടെക് ഫാക്ടറി. സ്വന്തം തടിമില്ലിൽ സീസണിംഗ് ചെയ്ത് നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾക്ക് 20 വർഷത്തെ ഗ്യാരണ്ടിയും ഇറ നൽകുന്നു. മോഡുലാർ ഇന്റീരിയർ വുഡൻ ഫർണിച്ചറുകൾ ആൻഡ് സോഫാസ് ഒറ്റ ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് ഇറ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ആക്കുവാൻ എറമ്പത്ത് ഇറ ഫർണിച്ചർ. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, MC റോഡ്, കൂത്താട്ടുകുളം, കോളേജ് റോഡ്, കോട്ടപ്പടി. മോളുടെ കല്യാണത്തിന് ഒരു ചോക്കർ വേണം. അപ്പം നമ്മൾ സാധാരണ നല്ല ഹെവി ആയിട്ടുള്ളതാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടും കൂടെ പറ്റുന്ന രീതിയിലുള്ള എന്ത് ഐറ്റംസ് എവിടെ ഉള്ളത്? അതിന് പെയറിംഗ് കൺസെപ്റ്റിൽ വരുന്ന കുറച്ച് നെക്ലേസസ് ഉണ്ട്. അത് നമുക്കൊന്ന് കണ്ടാലോ? നമ്മളിപ്പോഴുള്ളത് നെല്ലിക്കുഴിയിലാണ്. ഇലക്ഷനോടനുബന്ധിച്ച് നെല്ലിക്കുഴിയുടെ അഭിപ്രായം എന്തെന്ന് നോക്കാം. ഇത്തവണ ആര് ജയിക്കും? ഉറപ്പായും ജയിക്കും. കാരണം എന്താ? കാരണം പിണറായി വിജയനോടുള്ള എതിർപ്പ്. അതുകൊണ്ട് ഭരണകൂടത്തിനോടുള്ള എതിർപ്പാണ്. ഓക്കെ ചേട്ടാ, ഇത്തവണ കോതമംഗലത്ത് ആര് ജയിക്കും? ചേട്ടൻ്റെ അഭിപ്രായം പറയാം. ചേട്ടന് ഇഷ്ടമുള്ളത് പറയാം. താല്പര്യം അതാണ്. കാരണം ഈ നാട്ടിൽ ഒരു 10 വർഷത്തിനുള്ളിൽ നല്ല രീതിയിൽ വികസനം നടന്നിട്ടുണ്ട്. MLA ഡെയിലി കാണാൻ പറ്റും. നിയമസഭയ്ക്കകത്ത് അത്യാവശ്യ കാര്യങ്ങളാണ് പറയാനുണ്ട്. ഈ റോഡ് ഇരുമലപ്പടി പുതുപ്പാടി റോഡ് മൂവാറ്റുപുഴ ബീച്ചിൽ പണി നടക്കാതെ പുള്ളിമുണ്ടയെടുത്ത് ഹഡ്കോടെ ആയി ബന്ധപ്പെട്ട് ആ റോഡിൻ്റെ മാത്രം പണി നടന്ന മൂവാറ്റുപുഴ MLA അതിന് പ്രശ്നം നയിച്ച് മന്ത്രി നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞില്ലേ. ഈ ഇവിടെ എല്ലാ സ്കൂളുകളിലും പുള്ളിയുടെ വണ്ടി ഓടുന്നുണ്ട്. പാലിയേറ്റീവ് കെയറിൽ പുള്ളിയുടെ വണ്ടി ഓടുന്നത്. ഈ റോഡിൽ വെട്ടം എന്നാ മാസ്കില്ലേ അത് വെച്ചിട്ടുണ്ട്. മിക്ക ടൗണുകളിലും വെച്ചിട്ടുണ്ട് പുള്ളിയുടെ പേരിൽ. എന്നാ മോശമുള്ളൊരു ഇതിനു മുമ്പ് ഒരു UDF-ന്റെ MLA ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അവരെ കാണാൻ കിട്ടാനില്ല. ഈ നാട്ടിലുള്ള ആരും അവർ വന്നിട്ടുമില്ല. പുറമേ നിന്ന് വന്ന് ജയിക്കും. ജയിക്കുന്ന ആന്റണി ജോൺ. അല്ല പിന്നെ ഉറപ്പാണ്. ഉറപ്പാണ്. എന്തുകൊണ്ടാണ്?
എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ പ്രവർത്തനം കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പുള്ളിയാണ് ജയിക്കാൻ ചാൻസ് ഉള്ളൂ. കൂടുതലതാണ്. അതെ. ജയിക്കും. നമ്മുടെ MLA ആന്റണി ഞാൻ നടക്കണ ഞാൻ എപ്പോഴും നിങ്ങളുടെ കമ്മോട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഞാൻ ചേട്ടാ കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കും? എങ്ങനെ പറയാ, സാധ്യതകൾ കൂടുതൽ ഇറക്കാണ്. സാധ്യത കൂടുതൽ അതാണ്. രാഷ്ട്രീയമായിട്ട് പറഞ്ഞപ്പോൾ സാധ്യതയുണ്ട്. UDF സാധ്യത കാണുന്നുണ്ട്. സാധ്യതയുണ്ട്, ചെറിയ സാധ്യതയുണ്ട്. പിന്നെ ആന്റണി ജോൺ നിലവിലുള്ള MLA ആയതുകൊണ്ടും ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കമുള്ള ആളായതുകൊണ്ടും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. എന്നാലും UDF സാധ്യത കാണുന്നുണ്ട്. കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കും? ശിവ തക്കുമറം ഉറപ്പായിട്ടും ജയിക്കും. കാരണം എന്താ? കാരണം LDFന്റെ ഭരണം സാധാരണക്കാരന് ജയിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അവിടെ ഉറപ്പായിട്ട് ഷിബു തക്കുമറ ജയിക്കും. ആണ് സാധ്യത? കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കാനാണ് സാധ്യത? ആന്റണി ജോൺ. ആന്റണി ജോണ്. കാരണം എന്താ? കാരണം വികസനം കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിയിലാണ് പ്രവർത്തിച്ചേക്കുന്നത്. പിന്നെ ജനങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആളാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എപ്പോഴും കാണാനും വിളിക്കാനും വെളിപ്പുറത്ത് വരാനും ഒക്കെ നല്ല സാഹചര്യമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം. സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കും? സാധ്യത കൂടുതൽ ആര് ജയിക്കാനാ? ഷിബുചേട്ടൻ ജയിക്കാനാണ് സാധ്യത. കാരണം എന്താ? 2 വർഷം കഴിഞ്ഞില്ല. ഒരു സാധ്യതയുണ്ട്. എല്ലാ ഭരണത്തിനോടൊക്കെ ഉള്ള പാർട്ടിയോട് മുന്നണിയോടും രാഷ്ട്രീയത്തിനോടൊക്കെ ഉള്ള എതിർപ്പ് പ്രകടമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ആണല്ലേ. കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കും? ആന്റണി ജോൺ ജയിക്കും. ആന്റണി ജോൺ ജയിക്കും. കാരണം എന്താ? കാരണം നല്ല വികസന സൗകര്യമൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ. ഉറപ്പായതുകൊണ്ട് ജയിക്കും. കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കും? ചേച്ചിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു. നമ്മുടെ ആന്റണി ജോൺ തന്നെ ജയിക്കും. സാധ്യതയുണ്ട്. കാരണം എന്താ? കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനം തന്നെ. അതുകൊണ്ട് ഉറപ്പായിട്ട് ജയിക്കും. ചേട്ടാ കോതമംഗലത്ത് ഇത്തവണ ആര് ജയിക്കാനാണ് സാധ്യത? ഉറപ്പായിട്ട് ജയിക്കും. കാരണം എന്താ? അതുകൊണ്ട് വികസന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരു MLAക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യുന്നുണ്ട്. ഉറപ്പായി സാധ്യതയുണ്ടല്ലേ. ആര് ജയിക്കാനാണ് സാധ്യത? നമ്മളത് പറയാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ രണ്ടുപേരും ശരിയാണ്. രണ്ടുപേരും ശരിയാണ്. സാധ്യതകൾ ആർക്കായിരിക്കും കൂടുതൽ? സാധ്യത LDFനാണ്. ആണ്. ഉറപ്പായിട്ട് ജയിക്കും. ഉറപ്പ് പറയാൻ പറ്റില്ല. സാധ്യത മാത്രം. സാധ്യത മാത്രമേ ഉള്ളൂ. താങ്ക് യു. സാധ്യത ഇടതുപക്ഷത്തിനാണ് സാധ്യത. പിന്നെ കാരണം എന്താ? കാരണം നന്മ പ്രവൃത്തി ചെയ്യുന്ന മുഖ്യമന്ത്രിയും ജനപ്രതിനിധികൾ MLAമാര് ഇവിടുത്തെ MLA ആണെങ്കിലും ഉറപ്പായും ജയിക്കും. എല്ലാ കാര്യത്തിലും എപ്പോഴും ഏത് സമയത്തും പങ്കെടുക്കുന്ന MLA ഉറപ്പായിട്ട് ജയിക്കും. ഉറപ്പ്. കോൺഗ്രസ് കാല് വാരാതിരിക്കുവാണെങ്കിൽ ഷിബു തെക്കുംപുറം ജയിക്കും. ഇതിപ്പോ ഈ തമ്മിത്തല്ല് നടന്നുകൊണ്ടിരിക്കുവാണല്ലോ. കേരള കോൺഗ്രസിന് സീറ്റ് കൊടുത്തു എന്നൊരു വിഭാഗം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഇല്ലാതെ കാല് മാറുന്നു ഒറ്റക്കെട്ടായി നിൽക്കുവാണെങ്കിൽ കോൺഗ്രസ് ജയിക്കും. ഉറപ്പാണല്ലേ. ഓക്കെ. കോതമംഗലത്ത് തവണ ആര് ജയിക്കും? ഇതൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കൊന്നും പറയാം. കാരണം ഇപ്പോൾ 2 ഈക്വലായിട്ട് നിൽക്കണം. ഇനി വോട്ട് ചെയ്ത് ആൾക്കാരൊക്കെ വോട്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. 2 ഈക്വലായിട്ട് നിൽക്കണം. ഞാൻ നോക്കിയിട്ട് എൻ്റെ കാഴ്ചപ്പാടി കിടന്ന് 2 ഈക്വലായിട്ട് തുല്യമായിട്ടാണ് പോകുന്നത്. ഒരു ഇലക്ഷൻ പോളിംഗ് എത്തവണ ആര് ജയിക്കാനാണ് സാധ്യത? ഇത്തവണ 2 പേർക്ക് നല്ല ചാൻസാണ്. നല്ല ഫൈറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് സാധ്യത കൂടുതലും എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ സ്ഥാനത്തേക്കാണ് തോന്നുന്നു. LDFനാന്ന് തോന്നുന്നു. ആണല്ലേ. പിന്നെ നമുക്കുള്ള ചെറിയ അറിവുകൾ നമുക്കുള്ളൂ അതിനെക്കുറിച്ച്. ഓക്കെ. കോതമംഗലത്ത് തവണ ആര് ജയിക്കും? ഇതോ ശുഭചനാണോ ജയിക്കണേ? കാരണം എന്താ? കാരണം അദ്ദേഹം വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ്. സംസ്കാരമുണ്ട്. മനുഷ്യനെ കണ്ടാൽ നമസ്തേ ഇരിക്കും എന്ന വിദ്യാഭ്യാസ യോഗ്യത പെരുമാറ്റ ശക്തി ഉറപ്പായിട്ട് ജയിക്കും. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. കോതമംഗലത്ത് തവണ ആര് ജയിക്കും? ആന്റണി ജോൺ. ആന്റണി ജോൺ ഉറപ്പായിട്ട് ജയിക്കും. കാരണം എന്താ? കാരണം ഈ പുള്ളി 2 പ്രാവശ്യം ജയിച്ച പിന്നെ കോതമംഗലായി. മറ്റേ കോതമംഗലം മുടിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും. തുടർച്ച തന്നെ. ഓക്കെ. കോതമംഗലത്ത് ആര് ജയിക്കും? കോതമംഗലത്ത് ആന്റണി ജോണാണ് സാധ്യത. കാരണം എന്താ? പുള്ളിയാണ് കൂടെ നല്ലതായിട്ടേ ഉള്ളൂ. ആണല്ലേ. ഉറപ്പാണപ്പോൾ 2 തവണ ജയിച്ചിട്ടുണ്ട്.
അപ്പൊ ഭരണ തുടർച്ച ഉണ്ടാകും. മൂന്നാം തവണ കൂടി ഒരെണ്ണം വരാനാണ് സാധ്യത. ഷിബു തക്കുമ്പുറം ജയിക്കും. കാരണം അത്യാവശ്യമാണല്ലോ. മരം അത്യാവശ്യമാണ്. ഉറപ്പായൊരു ജയം ഉണ്ടാകും. രാജ്യത്തിന് ഉപകാരപ്രദമായി അങ്ങനത്തെ വരട്ടെ. ഇത്തവണ കോതമംഗലത്ത് ആര് ജയിക്കും? കോതമംഗലത്ത് മിക്കവാറും ആന്റണി ജോൺ തന്നെ ജയിക്കാനാണ് സാധ്യത. ആണല്ലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റണി ജോണിനെ നമുക്ക് എപ്പോൾ ചെന്നാലും കാണാൻ പറ്റും. ആന്റണി ജോണിനെ ഏത് സമയത്ത് നമുക്ക് ചെന്ന് കഴിഞ്ഞാലും കാണാൻ പറ്റും. മറ്റേ പുള്ളിയെ ഏത് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ ഒരു ഇതാണ്. പാവപ്പെട്ടവർ നോക്കണ ഏതാണല്ലോ. തുടർഭരണത്തിൻ്റെ ഇതല്ല നോക്കുന്നത്. നമുക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള കാര്യങ്ങളാണല്ലോ നോക്കുന്നത്. തുടർഭരണം ആർക്കെങ്കിലും കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യത്തിനോ എപ്പോൾ ചെന്നാലും ഒരു MLA എന്നതിൽ ആന്റണി ജോണിനെ കാണാൻ പറ്റും. കോതമംഗലത്ത് തവണ ആര് ജയിക്കും? ആന്റണി ജോൺ. ഉറപ്പായിട്ട് ജയിക്കും. ആന്റണി ജോൺ ജയിക്കും. കാരണം നല്ല വികസനമാണ്. എല്ലാ കാര്യങ്ങളും നല്ല കാര്യമാണ് ചെയ്യുന്നത്. അപ്പം സാധ്യതയുണ്ട്. ജയിക്കും. ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. ആണല്ലേ? അതുകൊണ്ട് MLAക്ക് ഇത്ര ഫണ്ടുണ്ടോ? ആനുവൽ എത്ര ഫണ്ടുണ്ട്? ഒരു MLAക്ക് ഇത്ര ഫണ്ടുണ്ട്. ആ ഫണ്ട് വിനിയോഗിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഓക്കെ, എത്തവണ ആര് ജയിക്കും? കോതമംഗലത്ത് ഇത്തവണ ഷിബു തക്കുമ്പുറം. കാരണം എന്താ? കാരണം ഒത്തിരി പാവങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ഗവൺമെന്റിനുള്ള എതിർപ്പുണ്ടല്ലോ മൊത്തത്തിൽ. 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിട്ട് വല്ല നേട്ടങ്ങളൊന്നും കാര്യമൊക്കെ ഉണ്ടായില്ല. അതിൻ്റെ ഒരു എതിർപ്പുണ്ടാവും. അപ്പൊ ഷിബു തക്കുമ്പുറം ജയിക്കും. ജയിക്കുമെന്നാണ് ഉദ്ദേശം. ഓക്കെ, കോതമംഗലത്ത് തവണ ആര് ജയിക്കാനാണ് സാധ്യത? തോക്കും. കാരണം നല്ല അടിപൊളിയല്ലേ അത്. അതോടെ തോൽവി ഉണ്ടാവുമോ? പിണറായിയുടെ ഭരണം കൊണ്ട് ബാക്കിയുള്ളൊരു തോക്കും, അത്രേ ഉള്ളൂ. നമസ്കാരം. കോതമംഗലത്ത് തവണ ആര് ജയിക്കാനാണ് സാധ്യത? കോതമംഗലത്ത് ഇപ്പോൾ 2 തവണയായിട്ട് ആന്റണി ജോണാണ് ജയിക്കണേ. ഈ തവണ ഷിബു തക്കുമ്പുറം ജയിച്ചാൽ കൊള്ളാൻ താല്പര്യമുണ്ട്. ചേട്ടൻ്റെ അഭിപ്രായമാണ്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം 10 കൊല്ലം കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മെമ്പറായിരുന്നിട്ടും കാര്യമായ വികസന പ്രവർത്തനമൊന്നും ഉദാഹരണം തങ്കളം കാക്കനാട് ഹൈവേ അത് വന്നേ പോലെ തന്നെ കിടക്കുകയാണ്. അതൊക്കെയാണ് പ്രധാന കാരണം. സാധ്യതയുണ്ട്. ഇത്തവണ ഭരണം മാറ്റം അനിവാര്യമാണ്. ഷിബു തക്കുമ്പുറം ജയിക്കുമെന്നാണ് കണക്കൂട്ടല്, പ്രതീക്ഷ. കാരണം വ്യക്തിപരമായ താല്പര്യമാണോ അതോ എന്തെങ്കിലും? താല്പര്യമാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആണല്ലേ? കോതമംഗലത്ത് തവണ ആര് ജയിക്കും? കോതമംഗലത്ത് തവണ ആര് ജയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഒപ്പം നിൽക്കുകയാണ്. സാധ്യത കൂടുതൽ ആർക്കാണ്? സാധ്യത കൂടുതൽ ആന്റണി ജോണാണ്. ആന്റണി ജോണാണ്. കാരണം ഇവിടത്തെ ആൾക്കാരുടെ ഇടയിൽ ഒരു നിലവാരം ഉള്ളത് പുള്ളിക്കാണ്. അതുകൊണ്ടാണ് കൂടുതലും. ഉറപ്പാണ് ജയിക്കും. ആന്റണി ജോൺ ജയിക്കും. ഉറപ്പാണ് ജയിക്കും. കാരണം പുള്ളി നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് ജയിക്കും. ചേട്ടന്റെ അഭിപ്രായത്തിലും അങ്ങനെ തന്നെ? ഓക്കെ, ഉറപ്പല്ലേ? ഓക്കെ, താങ്ക് യു. ഇലക്ഷനിലെ പോളിംഗ് ആണ്. തവണ കോതമംഗലത്ത് ആര് ജയിക്കാനാണ് സാധ്യത? സംശയമില്ല, ആന്റണി ജോൺ ഉറപ്പായിട്ടും ജയിക്കും. കാരണം എന്താ? അദ്ദേഹം ഇവിടെ ജനകീയനായിട്ടുള്ള MLA ആണ്. ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യതയുണ്ട്. പിന്നെ കോതമംഗലം വികസനത്തിന്റെ കാര്യത്തിലൊട്ടും പിന്നിലല്ലോ. അതുകൊണ്ട് ഉറപ്പായിട്ടും ആന്റണി തന്നെ ജയിക്കും. ചേട്ടാ, കോതമംഗലത്ത് തവണ ആര് ജയിക്കും? ഇവിടെ ആന്റണി ജോൺ തന്നെയാണ് പ്രതീക്ഷ. കാരണം അദ്ദേഹം നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ആന്റണി എന്തുകൊണ്ടും പക്കയാണ്. അത് വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് അദ്ദേഹം. പിന്നെ രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് അദ്ദേഹം. എല്ലാ ജാതി മതസ്ഥരെയും ഒരുമിച്ച് നടക്കാൻ പറ്റുന്ന പക്ക ഒരു ആളാണ് ആന്റണി. ഉറപ്പായിട്ടും ജയിക്കും. ഉറപ്പായിട്ടും അതെനിക്ക് പ്രതീക്ഷിക്കാം. ചേട്ടാ, കോതമംഗലത്ത് തവണ ആര് ജയിക്കാനാണ് സാധ്യത? ജോൺ ആന്റണി ഉറപ്പാണ്. ജോൺ ജയിക്കണം. കാരണം നല്ലൊരു MLA ആണ്. നിലവിൽ ജയിക്കാനാണ് സാധ്യത? ഷിബു തക്കുമ്പുറം. ഉറപ്പാണ്. കാരണം എന്താ? ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പാവങ്ങളുടെ അത്താണിയാണ്. ഷിബു തക്കുമ്പുറം വരട്ടെ. ഉറപ്പായിട്ടും ജയിക്കും. ചേട്ടന്റെ അഭിപ്രായത്തില്? ഷിബു തക്കുമ്പുറം വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഈ സംസ്ഥാനത്തൊരു ഭരണമാറ്റം അനിവാര്യമാണ്. കോതമംഗലത്തിന്റെ വികസന സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ഷിബു തക്കുമ്പുറം ഇവിടെ MLA വന്നാൽ മാത്രമാണ് അത് കഴിയുള്ളൂ. ആര് ജയിക്കും? കോതമംഗലത്ത് നല്ല മത്സരമാണ്, കട്ടക്കട്ട മത്സരമാണല്ലോ. എന്നാലും ഭരണവിരുദ്ധ തരംഗത്ത് ഷിബു ജോൺ ജയിക്കാൻ ചെറിയ സാധ്യത കാണുന്നുണ്ട്. സാധ്യതയുണ്ട്. കാരണം സാധാരണ ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടല്ലേ.
ഭരണത്തിനെതിരെ ഒരുപാട് ആൾക്കാരുടെ സംസാരമുണ്ട്. പിന്നെ കട്ടക്കട്ടക്ക് മത്സരമാണ്. ആന്റണി ജോൺ നല്ല MLA ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സിറ്റിംഗ് MLA ഒരു കാൻഡിഡേറ്റ് പോലെയല്ലേ, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്ഥാനാർത്ഥി അഭിപ്രായത്തിൽ ആര് ജയിക്കും? ഉറപ്പായിട്ടും ജയിക്കും. 2 വട്ടം ഇവിടെ MLA ആയിരുന്ന ആന്റണിയാണ്. നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ജനങ്ങൾക്കും ഇഷ്ടമാണ്. അതുപോലെ തന്നെ എല്ലാവരോടും ആന്റണിയുടെ പെരുമാറ്റം എങ്ങനെ എന്താണ് ഈ പദ്ധതിക്കാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം പോലെ അറിയാം. ആണല്ലേ? തവണ ആര് ജയിക്കും? നല്ല മത്സരം നടക്കണേണ്. ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒരു കാഴ്ചപ്പാട് സാധ്യതകൾ ആർക്കാണ്? ഒന്നും പറയാൻ പറ്റില്ല. രണ്ടും നല്ല കോമ്പറ്റീഷൻ.